നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുമായി ബന്ധപ്പെട്ട വിവാദത്തിന് തൽക്കാലത്തേക്ക് വിരാമമായിരിക്കുകയാണ്. മരണത്തിൽ അസ്വാഭാവികതയൊന്നുമില്ല എന്ന് പോലീസ് പറഞ്ഞതായി മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട്. അങ്ങനെ വാർത്ത വന്നതോടെ ഒരു വിഭാഗം വ്യക്തികളും സംഘടനകളുമൊക്കെ ഒരു ഹിന്ദു ആചാരത്തിനെതിരെയുള്ള വെല്ലുവിളിയായിരുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. പലരും ഹിന്ദു ആചാരത്തെ ഇല്ലാതാക്കാൻ നടത്തിയ ഹീനകൃത്യത്തിനെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഗോപൻ സ്വാമിയുടെ വീട്ടുകാർ ഹിന്ദു ആചാരത്തെ തകർക്കാൻ ശ്രമിച്ചതിനെതിരെ നിയമ നടപടിയെടുക്കും എന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്. സമാധി വിവാദമുണ്ടായപ്പോൾ സോഷ്യൽ മീഡിയ ഏതാണ്ട് ഒരേ സ്വരത്തിൽ തന്നെ കല്ലറ പൊളിക്കണം, അതിന്റെ മരണകാരണം കണ്ടെത്തണം എന്ന നിലപാടായിരുന്നു. അതിന് ജാതിയോ മതമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൽ മതം കലർത്താൻ ശ്രമിച്ചത് ഗോപൻ സ്വാമിയുടെ ഒരു മകനും ഒപ്പം ചില മാധ്യമങ്ങളുമാണ്. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ചില ഹിന്ദു സംഘടനകൾ അവരെ സഹായിക്കാൻ എത്തിയെങ്കിലും അവർ അമിതമായി വർഗീയത ഉണ്ടാവാതിരിക്കാൻ ശ്രമിച്ചു. മാത്രമല്ല, മുസ്ലിം സമുദായത്തിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ അവർ നിഷേധിക്കുകയും ചെയ്തു. പരാതിപ്പെട്ടതൊരു വിശ്വംഭരനാണ്, അതിലൊരു മുസ്ലിം ഇടപെടലുമില്ല എന്ന് മാധ്യമങ്ങൾ വ്യക്തമായി തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഇതൊരു വർഗീയ വിഷയമാക്കി മാറ്റാൻ ചില ശ്രമങ്ങൾ നടന്നിരുന്നു. ആ ശ്രമത്തെ സർക്കാരും പോലീസും മാധ്യമങ്ങളും പൊതുസമൂഹവും, പ്രത്യേകിച്ച് നെയ്യാറ്റിൻകരയിലെ അയൽക്കാരായ പൊതുസമൂഹവും ഒരുമിച്ച് ചേർന്നാണ് ഇല്ലാതാക്കി.